എന്താ അവൻ്റെ പേര്? ആകാശ്. നമുക്കൊരു വെറൈറ്റി മെഡിസിൻ ചെയ്താലോ? ഓക്കെ, ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഈ 100 രൂപ ഞാൻ ഇവിടെ വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനെൻ്റെ കാൽക്കുലേറ്റർ ഓൺ ചെയ്ത് മോൻ്റെ കൈ തരാണേ. കാൽക്കുലേറ്റർ ഞാൻ ഇവൻ്റെ കൈ കൊടുക്കുകയാണേ. മോൻ ഇനി ഇങ്ങനെ പിടിച്ചോണേ. മോൻ ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്കുമോ? അടിച്ചായിരുന്നോ? ഇൻറ്റു കൊടുക്ക്. വീണ്ടും ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്കൂ. മോൻ്റെ ഇഷ്ടത്തിന് അടിക്കാം. അടിച്ചായിരുന്നോ? ഈക്വൽ ടു അടിക്കൂ. ഓക്കെ, വീണ്ടും ഇൻറ്റു കൊടുക്ക്. വീണ്ടും മോൻ്റെ ഇഷ്ടത്തിനൊരു 2 ഡിജിറ്റ് നമ്പർ അടിക്കാം. ഈക്വൽ ടു കൊടുക്ക്. ഓക്കെ, ഇനി ഇൻറ്റു കൊടുക്ക്. മോൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്കാം. ഈക്വൽ ടു കൊടുക്ക്. ഓക്കെ, ഇനി പ്ലസ് അടിക്ക്. ഈ മോൻ ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്ക്. ഈക്വൽ ടു കൊടുക്ക്. ഓക്കെ, ഇനി ഒരു മൈനസ് അടിക്ക്. മോൻ ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ അടിക്ക്. ഈക്വൽ ടു അടിക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ വന്നല്ലോ. ആ നമ്പർ മോൻ മനസ്സിൽ വിചാരിച്ചോ? അതിലെ സ്റ്റാർട്ടിങ് ആദ്യത്തെ നമ്പർ ഒന്ന് പറയൂ. 8 ആണല്ലേ? ഓക്കെ, ഈ നമ്പർ ഓരോ നമ്പറായിട്ടൊന്ന് ക്യാമറയിൽ പറയൂ. പറഞ്ഞോ. ഓക്കെ, അതൊന്ന് ക്യാമറ കാണിക്കൂ. ഓക്കെ, കാണിച്ചായിരുന്നു. ഞാനിവിടെ ഒരു 100ൻ്റെ നോട്ട് വെച്ചല്ലോ. ഇതെന്തിനാണ് വെച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. മോനിപ്പോൾ ഒരു ആൻസർ കിട്ടിയല്ലോ. മോനിപ്പോൾ കുറേ നമ്പേഴ്സ് അടിച്ചല്ലോ. ഇത് എനിക്ക് വേണ്ട നമ്പർ മോനെ കൊണ്ട് മോൻ്റെ മനസ്സിനെ ഇഞ്ചെക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഈ നോട്ട് കണ്ടോ? ഈ നോട്ടിൽ ഒരു സീരിയൽ നമ്പറുണ്ട്. എല്ലാ നോട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരിയൽ നമ്പറാണ്. മോനിപ്പോൾ അടിച്ചപ്പോൾ ഒരു ആൻസർ കിട്ടിയല്ലോ. ആ ആൻസർ ഈ സീരിയൽ നോട്ടിലുള്ള നമ്പരാണ്. മോൻ ഇതൊന്ന് ക്യാമറ അടുത്ത് കൊണ്ടുവരും. ഇപ്പം മോന് വന്ന നമ്പർ 899434 നമ്പറാണ്. എന്നുവെച്ചാൽ ഞാൻ മോനിപ്പോൾ അടിച്ചല്ലോ. അത് ഞാൻ മോൻ്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മോനെ കൊണ്ട് അടുപ്പിച്ചതാണ്. അപ്പോൾ ഈ നോട്ടിൽ നമ്പർ വേറെ ഒരു നോട്ടിലും വരില്ല. ഒരു നോട്ടിൽ ഒരു നമ്പർ മാത്രമേ വരും. അപ്പോൾ മോൻ്റെ ഇഷ്ടത്തിനല്ലേ അടിച്ചത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, മോന് തോന്നിയ പോലെയല്ല. പക്ഷേ ആൻസർ ഇത് വന്നു. ഇതാണ് മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ.